രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണ് 2 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് കെട്ടിടം തകർന്നത്. അഗ്നിശമന സേനയും പോലീസും നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഈ അപകടത്തിന്റെ കാരണം എന്താണ്? കെട്ടിടം പഴയ കെട്ടിടമായിരുന്നു. എന്തെങ്കിലും വിശദീകരണം ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? രാജസ്ഥാനിലെ കോട്ടയിൽ ജവഹർ നഗറിലാണ് 3 നില കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. ഈ തകർന്ന കെട്ടിടം കുറച്ച് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ഒപ്പം അതിനോട് ചേർന്ന ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ അഗ്നിശമന സേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. നിരവധി പേരെ പരിക്കുകളോടെ കോട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ ആശുപത്രി അധികൃതർ നിലവിൽ നൽകുന്ന വിവരം, ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരുടെ നില ആശുപത്രിയിൽ പരിക്കുകളോടെ ചികിത്സയിലുള്ളതിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുകയാണ്. അതിനായി ദേശീയ ദുരന്ത നിവാരണ സേന സംഭവ സ്ഥലത്തെത്തിയിട്ടുള്ളതും കെട്ടിടം തകരാൻ കാരണം എന്താണ് എന്ന് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്നുമാണ് കോട്ട ജില്ലാ കളക്ടർ പീയൂഷ് സമരിയ അറിയിച്ചിട്ടുള്ളത്. ഈ കെട്ടിടം 3 നില കെട്ടിടമാണെങ്കിലും അതിന്റെ മുകൾ നിലയെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആളപായം ഇത്ര ഒരു വലിയൊരു അപകടത്തിലേക്ക് അത് പോകാതിരുന്നത്. ഗൗതം. ഓക്കെ ജിഷ്ണു, രാജസ്ഥാനിലെ കോട്ടയിലാണ് കെട്ടിടം തകർന്നു വീണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. 5 പേരുടെ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പോലീസുമൊക്കെ വളരെ പെട്ടെന്നെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ കൂടുതൽ പേർ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായി അത് മാറിയില്ല. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.